ഫ്രീഡം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഫ്രീഡം ലൈഫ് പരിചയപ്പെടുത്തുന്നത് ഒരു ബേസിക് വീൽ ചെയർ ആണ്. നമ്മൾ ഏതൊരു ഷോപ്പിൽ പോയാലും ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന വീൽ ചെയർ ആണ് ബേസിക് വീൽ ചെയർ. അതായത് സ്റ്റീൽ കോട്ട് ചെയ്തിട്ടുള്ള നല്ല പോളിസിലൊക്കെ വരുന്ന ഈ ഒരു ശ്രേണിയിൽ പല കമ്പനീസും പല മോഡൽ ഇറക്കുന്നുണ്ട്. അതിലൊരു മീഡിയം റേഞ്ചിലുള്ള വീൽ ചെയർ ആണ് ഇത്. അത്യാവശ്യം നല്ല സ്റ്റീലിൻ്റെ കോട്ട് ചെയ്ത ഫ്രെയിമാണ് ഇതിന് വരിക. അതുപോലെ തന്നെ വെള്ളം നനഞ്ഞാലൊന്നും കുഴപ്പമില്ലാത്ത അലോയ് വീലാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഫില്ലഡ് ടയറാണ് വരിക. അതുപോലെ തന്നെ നല്ല ഗ്രിപ്പുള്ള റിംഗ് ആണ്, നമുക്ക് നന്നായിട്ട് പിടിക്കാൻ പറ്റുന്ന റിംഗ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ട് വീലിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ 8 ഇഞ്ചിൻ്റെ വീലാണ് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സംഭവമാണ് വരുന്നത്. അതുപോലെ ബ്രേക്ക് രണ്ട് സൈഡിലും മാനുവലായിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്രേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫൂട്ട് റെസ്റ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് അടിയിലേക്ക് കുറച്ച് താഴ്ത്താൻ പറ്റും, പക്ഷേ ഇത് ഊരി മാറ്റാനോ മറ്റൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഒരു കാല് ബാക്കിലേക്ക് പോവാതിരിക്കാനുള്ളൊരു ബെൽറ്റ് ഇവിടെ വരുന്നുണ്ട്. ഇത് ജസ്റ്റ് സിമ്പിളാക്കി എടുത്തു കഴിഞ്ഞാൽ നോർമൽ കേസിൽ നമുക്ക് ആളുകളെ ഇരുത്തിയിട്ട് തള്ളിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മോഡൽ വീൽ ചെയർ ആണ്. അതുപോലെ തന്നെ ആംറസ്റ്റിൻ്റെ കുഷ്യനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള കുഷ്യനാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ബാക്ക് റെസ്റ്റിന് പോക്കറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ പോക്കറ്റ് വന്നിട്ടുണ്ട്, അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇടാനും. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു സീറ്റ് ബെൽറ്റ് ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള പിടുത്തം വന്നിട്ടുണ്ട് ഇതിന്. അപ്പം വെള്ളം നനഞ്ഞാലൊന്നും പെട്ടെന്ന് കേടുവരാത്ത സൈസിലുള്ള വീലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡിൽ നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോർഡ് ഇവിടെ വന്നിട്ട് നമ്മുടെ ഡ്രസ്സൊന്നും വീലിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു മീഡിയം റേഞ്ചിൽ വരുന്ന ഒരു ബേസിക് വീൽ ചെയർ ആണ് ഈ കാണുന്നത്. ഇതിലും ക്വാളിറ്റി കുറഞ്ഞ വീൽ ചെയർ മാർക്കറ്റിൽ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ 1-2 മാസം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പൗഡർ കോട്ടിങ്ങോ പോയിട്ട് അതിൻ്റെ അതിൻ്റെ ഫ്രെയിം തുരുമ്പെടുക്കാൻ തുടങ്ങും. ഈ വീൽ ചെയറിൻ്റെ അപ്പോളിസ്ട്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അപ്പോളിസ്ട്രി ആണ്. ചെറിയൊരു സ്മൂത്ത്നെസ്സിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്പോഞ്ചിൻ്റെ സംഭവം ഇട്ടിട്ടുണ്ട്. ബാക്ക് റെസ്റ്റും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള അപ്പോളിസ്ട്രിയാണ് വന്നിട്ടുള്ളത്. പിന്നെ ബേസിക് വീൽ ചെയർ ആകുമ്പോൾ നമുക്കറിയാലോ, കൂടുതൽ വെള്ളത്തിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പെടുത്ത് കേടാവും. എന്നിരുന്നാലും നമുക്കൊരു 1-2 വർഷമൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വീൽ ചെയർ ആണ്. ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ നോർമലി സ്ഥിരമായിട്ട് വീൽ ചെയർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് വാങ്ങി ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇതൊരു കുഴിയിലിരിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുക. എക്സ്ട്രാ കുഷനൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബേസിക്കലി നമ്മൾ വേറെ മേടിച്ചിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൈയൊക്കെ ഇങ്ങനെ മേളിൽ ഇതേപോലെ ഇരിക്കുന്ന പോലെ ഉണ്ടാവുക. പല ആൾക്കാരും പല രൂപത്തിൽ ഉപയോഗിക്കുന്നവരാണ്. ചില ആൾക്കാർക്ക് അങ്ങനെ വെക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീൽ ചെയർ ആണ്. ഇതിൻ്റെ പല വിധത്തിലുള്ള കമ്പനീസ് ഇറങ്ങുന്നുണ്ട്. വളരെ ലോക്കലായിട്ടുള്ള 4500, 4600 രൂപ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 5000, 5500 റേഞ്ചിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 6000, 6500 റേഞ്ചിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു 10 രൂപയുടെ ഉള്ളിലായിട്ട് പല കമ്പനീസും പല റേഞ്ചിൽ ഈ വീൽ ചെയർ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ മാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ചിലതിന് ബെയറിങ്സ് ഉണ്ടാവില്ല, അതിന് പ്ലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് കേടാവും. അപ്പോൾ വളരെ ലോക്കലായിട്ടുള്ളത് വാങ്ങുന്നതിനേക്കാൾ നല്ലതൊരു 5 രൂപയുടെയും ഒരു 7 രൂപയുടെയും ഉള്ളിലുള്ള സംഭവം വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്, നമ്മളെ ഉപയോഗിച്ചിട്ടുള്ള ഒരു അനുഭവം വെച്ചിട്ട്. പിന്നെ ഇതിന് പ്രത്യേകം പറയാനുള്ളത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഫൂട്ട് റെസ്റ്റ് ഉണ്ടെന്ന് ഇതേപോലെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് ഫോൾഡ് ചെയ്യാം. ഈ കുഷനിൽ പിടിച്ചിട്ട് ഇതേപോലെ സെൻറ്ററിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോൾഡ് ചെയ്തിട്ട് വണ്ടിയിലൊക്കെ വെച്ചിട്ട് ഓട്ടോറിക്ഷയിലും അതുപോലെ തന്നെ കാറിലൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മോഡലാണിത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള വീൽ ചെയറിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അതിൽ വന്നിട്ടുണ്ട്. ഈ മടക്കി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ വിലയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന വീൽ ചെയറുകൾക്കായിരിക്കും ഈ പറഞ്ഞ റേഞ്ചിൽ കിട്ടുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വളരെ ലോക്കലായിട്ടുള്ള സാധനം വാങ്ങുന്നതിനേക്കാൾ നല്ലൊരു 5 രൂപയുടെയും ഒരു 5000 രൂപയുടെയും ഒരു 7000 രൂപയുടെയും ഇടയിലുള്ള വീൽ ചെയറുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഇതിലൂടെ സ്റ്റീൽ പ്ലേറ്റിലായിട്ടുള്ള വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലമൊക്കെ ഈട് നിൽക്കും എന്നുള്ളതാണ് ഫ്രീഡം ലൈഫിൻ്റെ ഒരു അനുഭവത്തിലൂടെ നമുക്ക് പറയാനുള്ളത്. പിന്നെ ചില കമ്പനീസൊക്കെ ഫ്രെയിമിന് 1 വർഷം വാറണ്ടി തരും. പക്ഷേ ഇതിൻ്റെ വീലിനോ അല്ലെങ്കിൽ ബെയറിങ്സിനോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലാസ്റ്റിക് പാർട്സിനോ ഒന്നും ആരും വാറണ്ടി തരില്ല. ഫ്രെയിമിനാണ് 1 വർഷം വാറണ്ടി തരിക. പക്ഷെ നമ്മൾ മേടിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വെള്ളത്തിൽ ഉപയോഗിച്ചിട്ട് വരുന്ന തുരുമ്പിനും കാര്യങ്ങളൊന്നും ആരും വാറണ്ടി തരത്തില്ല. അല്ലാത്ത മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് വാറണ്ടി തരിക. അപ്പോൾ ഇത്തരം വീൽ ചെയറുകൾ ഇനി ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ
ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇതേപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നിവർത്താനും പറ്റും കേട്ടോ. അങ്ങനെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. നോർമലി വീട്ടിൽ പ്രായമായ ആളുകളോ അല്ലെങ്കിൽ പിന്നെ പാലിയേറ്റീവ് സെന്റർ അതുപോലെ തന്നെ മറ്റുള്ള വീൽ ചെയർ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലത്തെ വീൽ ചെയറാണ് ഉണ്ടാവുക. അപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ വീൽ ചെയർ കാണാനുണ്ടാവുക. അപ്പോൾ അത്തരം കേസുകളിലൊക്കെ ഇത് ബൾക്കായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ കുറഞ്ഞ വിലക്കൊക്കെ നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ കാണുന്ന വീൽ ചെയർ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു മാറ്റം പറയാനുള്ളത്, ഇപ്പം ഇതിപ്പം ബേസിക് ആയിട്ടുള്ള വീൽ ചെയർ എന്ന് പറഞ്ഞു. അപ്പം ഇനി ഇതിൽ നിന്ന് മാറിയിട്ട് വില കൂടിയിട്ടുള്ള വീൽ ചെയർ, അതും ഇതും തമ്മിലുള്ള മാറ്റം എന്താണെന്നുള്ളത് ഞാൻ ഇതിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള വീൽ ചെയറിന്റെ കാര്യമാണ് ഇതിൽ പറഞ്ഞത്. അപ്പം നമ്മൾ നോർമൽ കേസിൽ ഇപ്പം വീൽ ചെയറിൽ ഇരിക്കുന്ന ആളുകളാവുകൊണ്ട് തന്നെ ഫ്രീഡം ലൈഫിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ വീൽ ചെയർ വാങ്ങിക്കാൻ ആളുകളോട് പറയില്ല. ഇത് ചോദിച്ചു വരുന്നവർക്ക് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. അപ്പൊ എൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത് ഇത് പിന്നെ 18 ഇഞ്ച് വിടുത്ത് അല്ലെങ്കിൽ 20 ഇഞ്ച് വിടുത്തിലൊക്കെയാണ് കിട്ടുക. അപ്പൊ നോർമൽ ഒരു കേസിൽ വീൽ ചെയർ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് അവർക്ക് പറ്റുന്ന സൈസിൽ വാങ്ങിക്കണം എന്നുള്ളതാണ്. അവിടെയാണ് നമ്മളെ വില കൂടിയ വീൽ ചെയറിനെ കുറിച്ച് പറയുമ്പം നമ്മൾ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുള്ളത്. അപ്പൊ ഇതൊരു 15,000 രൂപ റേഞ്ചിൽ വരുന്ന വീൽ ചെയർ ആണ്. ഫ്രീഡം 5000 അല്ലെങ്കിൽ 6000 അല്ലെങ്കിൽ 4000 പല മോഡൽ പല വിലയിൽ വരുന്നുണ്ട്. ഒരു ആവറേജ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 15,000 രൂപയാണ്. അപ്പൊ ഇതിലേക്ക് വരുമ്പം ഇത് നമുക്ക് ആളുടെ സൈസിനനുസരിച്ചിട്ട് കിട്ടും. ഇതിപ്പോ 15 ഇഞ്ചാണ്. വളരെ ചെറുത് തടി കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ 15 ഇഞ്ചിലാണ് വീൽ ചെയർ വാങ്ങിക്കേണ്ടത്. കുറച്ച് കൂടുതൽ തടിയുള്ള ആൾക്കാരാണെങ്കിൽ 16 ഇഞ്ചിലും 17 ഇഞ്ചിലും 18 ഇഞ്ചിലും അങ്ങനെ 20 ഇഞ്ച് വരെ നമുക്കിത് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ അളവ് പറഞ്ഞു തന്നാൽ, നിങ്ങളുടെ ഈ ഒരു ഭാഗത്തിന്റെ അളവ് പറഞ്ഞു തന്നാൽ അതിനനുസരിച്ചിട്ടാണ് ഈ വീൽ ചെയർ നമ്മൾ വാങ്ങിക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് എക്സ്ട്രാ കുഷ്യൻ നമുക്ക് ആഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. കണ്ടോ, ഈ കുഷ്യൻ ഈ വീൽ ചെയർ ഒരിക്കലും ഈ കുഷ്യൻ ഉണ്ടാവില്ല, നമ്മൾ വേറെ എക്സ്ട്രാ മേടിക്കണം. അതുപോലെ ഇതിന്റെ അപ്പോളിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പോളിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഭയങ്കര മാറ്റാണ്. ഇത് വളരെ ലോക്കൽ ആയിട്ടുള്ള അപ്പോളിസ്റ്ററി ആണ് ഇതിൽ അതിന് പകരം നല്ല ക്വാളിറ്റി ഉള്ള, പെട്ടെന്നൊന്നും കേടുവരാത്ത നല്ല ക്വാളിറ്റി ഉള്ള അപ്പോളിസ്റ്ററി ആണ് വരിക. അത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള അപ്പോളിസ്റ്ററി ആണ് വരിക. പിന്നെ ഇതിൽ ഒരാളിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് മാറ്റാതെ അതിൽ നിന്ന് ഒരാൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ സൈഡൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ വില കൂടിയിലേക്ക് വരുമ്പം ഈ കണ്ടോ, ഇതേപോലെ നമുക്ക് ആംറസ്റ്റ് ബാക്കിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് ആളുകൾക്ക് ക്ലോസറ്റിലേക്കോ കട്ടിലേക്കോ അല്ലെങ്കിൽ വാഹനങ്ങളിലോ കയറാനുള്ള സൗകര്യം ഇതിലുണ്ടാവും. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള മാറ്റം. 2 ആംറസ്റ്റും നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം, ബാക്കിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് വെക്കാം. ഇതേപോലെ ചെയ്യുമ്പോൾ അത് വീൽ ചെയറിൽ ഇരിക്കുന്ന, സ്ഥിരമായിട്ട് വീൽ ചെയർ ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ആംറസ്റ്റ് ഫ്ലിപ്പ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഇതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇതിന്റെ ഫുട് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഇങ്ങനെ ഊരി മാറ്റാൻ പറ്റുന്ന മോഡലാണ്. കണ്ടോ, ഇതേപോലെ ഊരി മാറ്റാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ കാലിന്റെ നീളത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഹോൾ അഡ്ജസ്റ്റ് ചെയ്ത് മേളിലേക്കും താഴേക്കും ഇടാൻ പറ്റും. കണ്ടോ, അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ, മൈൽഡ് സ്റ്റീലിൽ പൗഡർ കോട്ട് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ കാല് താഴേക്ക് വീണ് പോകാതിരിക്കാൻ വേണ്ടി കാലിന് ഇതിലൊരു ബെൽറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ്. വില കൂടുമ്പം ക്വാളിറ്റി കൂടും, അതിനോടൊപ്പം തന്നെ സാധനത്തിൽ മാറ്റം ഉണ്ടാവും എന്ന് പറയുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. നോർമൽ കേസിൽ നമ്മൾ വീൽ ചെയർ ചോദിക്കുമ്പോൾ ഇതാണ് കാണിച്ചു തരിക, എല്ലായിടത്തും ഇതാണ് ഉണ്ടാവുള്ളൂ. ഇതൊന്നും എവിടെ ഉണ്ടാവില്ല. ഇത് പ്രത്യേകം നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിയാൽ മാത്രമേ ഉള്ളൂ കിട്ടുക. അപ്പോൾ സ്ഥിരമായിട്ട് വീൽ ചെയർ ഉപയോഗിക്കുന്ന ആളുകളാണ് ഞങ്ങളായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വീൽ ചെയർ ആണ് ആളുകൾ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതുപോലെ തന്നെ അത് വാങ്ങിക്കാനായിട്ട് അവരെ പിന്നെ പ്രഷർ ചെയ്യുകയും ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഫുട് റെസ്റ്റ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ വാഹനങ്ങളിലോ കൊണ്ടുപോകുമ്പോൾ ഇതിന്റെ വീലൊരു പ്രശ്നമാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നവരോ, ഇതിന്റെ ഫുട് റെസ്റ്റ് ആംറസ്റ്റ് ജസ്റ്റ് ഇവിടെ ലോക്ക് ചെയ്തു. ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ നമുക്ക് ഒരു സൈഡ് പൊക്കി കഴിഞ്ഞാൽ ഇതിന്റെ വീല് നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, വീല് നമുക്ക് ഇതേപോലെ ക്വിക്ക് റിലീസ് ആണ് ഇത് വരിക. ഈ വീല് നമുക്ക് ഊരി മാറ്റാം. അതേപോലെ അപ്പുറത്തെ സൈഡത്തെ വീല് ഊരി മാറ്റാം. ഇത് ഊരി മാറ്റുമ്പോൾ ഈ ഫ്രെയിം മാത്രമായിട്ട് നമുക്ക് ഏത് ചെറിയൊരു സ്പേസിലും ഇത് വെച്ച് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പകുതി സ്പേസ് മതി ഇത് കൊണ്ടുപോകാനായിട്ട്. അതിൻ്റെ വീല് ഊരി കഴിഞ്ഞാൽ എന്താക്കാൻ പറ്റും, അത്രയും ഇത് ഈ ഫ്രെയിം ചെറുതാവും എന്നുള്ളതാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ ഇത് വീല് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഒരു 2 ഇഞ്ചോളം ഹൈറ്റ് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഇടാൻ ഇതിനും സൗകര്യമുണ്ട്. അപ്പോൾ അതിന് നമുക്ക് 2 ഹോൾ ഇവിടെ വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വേണ്ട ഹൈറ്റിലേക്ക് മാറ്റിയിടുക എന്നുള്ളതാണ്. സിമ്പിളായിട്ട് തന്നെ ഈ ക്വിക്ക് റിലീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് തിരിച്ച് ഇതേപോലെ ഫിറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള പിന്നെ ബ്രേക്കാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഹോള് നമ്മൾ മാറ്റിയിടുമ്പം നമ്മൾ ഏത് ഹോളിൽ നിന്നാണോ ഊരിയത് ആ ഹോളിലേക്ക് തന്നെ സംഭവം ഇടുക എന്നുള്ളതാണ്.
അപ്പം നമുക്ക് ഹൈറ്റ് കുറക്കാനും കൂട്ടാനും ഏകദേശം 2 ഇഞ്ചോളം ഹൈറ്റ് കൂട്ടാനും കുറക്കാനും ഇതിൽ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് റെസ്റ്റിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിൽ നല്ലൊരു സ്റ്റോറേജ് ബോക്സ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇതിൽ വരുന്നൊരു മാറ്റം, ഇത് ബാക്കിലേക്ക് ഇപ്പോൾ നമ്മൾ ചെരുവിലൊക്കെ കയറുമ്പോൾ ബാക്കിലേക്ക് മറിയുകയാണെങ്കിൽ അങ്ങനെ മറിഞ്ഞാണ് പോവുകയാണ് ചെയ്യുക. അതിനായിട്ട് ഇത് ബാക്കിലേക്ക് മറിയാതിരിക്കാനായിട്ട് ഇതിൽ ആൻറ്റി ടിപ്പർ എന്നൊരു സംഭവം വരുന്നുണ്ട്. ഇതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ആൻറ്റി ടിപ്പർ ഇതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആൻറ്റി ടിപ്പർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ചെരുവിലാണെങ്കിലും ഇത് മറിയാനായിട്ടൊരു ചാൻസും ഇല്ല. കാരണം അത്ര ചെന്ന് കഴിഞ്ഞാൽ അത് കുത്തിയിട്ട് അവിടെ നിൽക്കും, താഴത്തെ തറയിൽ കുത്തിയിട്ട് നിൽക്കും, ഇതൊരിക്കലും മറിഞ്ഞു പോകില്ല. പക്ഷെ അങ്ങനത്തെ സ്ഥാനത്ത് നമ്മൾ ചെറിയൊരു ചെരുവിൽ കയറുമ്പോൾ ഇതാണെങ്കിൽ എന്ത് ചെയ്യും, ബാക്കിലേക്ക് മറിഞ്ഞു പോകും. അപ്പൊ അതിനായിട്ട് അതിനുള്ള സൗകര്യം കൂടിയും ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ആംബ്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ആവശ്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ ഊരി മാറ്റാൻ പറ്റും. 2 സൈഡും ആംബ്രസ്റ്റ് കംപ്ലീറ്റ് ഊരി മാറ്റിയിട്ടും ഇത് ആവശ്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിത് സിമ്പിളായിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ സീറ്റ് ബെൽറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇതിന്റെ സീറ്റ് ബെൽറ്റ് വളരെ ക്വാളിറ്റി കുറഞ്ഞ സംഭവമാണ്. കാരണം ആ വിലക്കുള്ള സീറ്റ് ബെൽറ്റ് അതിലുള്ളൂ. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ആംബ്രസ്റ്റിന്റെ കുഷ്യൻ കണ്ടോ, ഇതൊരു സ്മൂത്ത് ആയിട്ടുള്ള കുഷ്യൻ. പക്ഷേ ഇവിടെ വരുമ്പോൾ നല്ലൊരു ഹാർഡ് ഫോമിലുള്ള നല്ല കൈവെക്കാൻ നല്ല സുഖമുള്ള ഒരു ആംബ്രസ്റ്റിന്റെ കുഷ്യനാണ് ഇതിൽ വരിക. അപ്പം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനെ അപേക്ഷിച്ച് ഇതിൽ മാറ്റമുണ്ട്. ഒന്നാമത്തെ കാര്യം നമുക്ക് സൈസ് വൈസ് കിട്ടും. പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഭയങ്കര ക്വാളിറ്റിയാണ് ഇത് വരിക. ഇത് വെറും ലോക്കൽ ക്വാളിറ്റിയാണ് വരിക. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ. അതുപോലെ ഇതിൻ്റെ ബാക്ക് വീൽ ഉണ്ടോ, ബാക്ക് വീൽ നമുക്ക് നമ്മൾ നോർമൽ സൈക്കിളിലൊക്കെ വരുന്ന പോലെ തന്നെ റിമ്മാണ് വരുന്നത്. അതുപോലെ ഫില്ല് ടയറാണ് വരുന്നത്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള റിംഗ് ആണ് ഇതിൽ വരിക. അതൊക്കെ അലുമിനിയം ആണ് വരുന്നത് കേട്ടോ, കംപ്ലീറ്റ്ലി അലുമിനിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് വീലിലേക്ക് വരികയാണെങ്കിൽ നല്ല 8 ഇഞ്ചിൻ്റെ ഫ്രണ്ട് വീലാണ്, ബെയറിംഗ് ടൈപ്പാണ് ഇത് വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് ഉരുട്ടാൻ നല്ല സുഖം ഉണ്ടാവും. അതുപോലെ ഇതിൻ്റെ ഈ വീലുണ്ടല്ലോ, ഇത് നമുക്ക് പിന്നെ കുറെ കഴിയുമ്പോൾ നശിച്ചു പോകും. അപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഇതിൻ്റെ ടയറാകുമ്പോൾ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ. ഇതിൻ്റെ പാർട്സ് നമുക്ക് ഒന്നും അവൈലബിൾ ആവില്ല. പക്ഷേ ഇതിൻ്റെ ഏത് നെറ്റ് ബോൾട്ട് പോയി കഴിഞ്ഞാലും നമുക്കിത് പിന്നെ പാർട്സ് വാങ്ങിയിട്ട് അത് നന്നാക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പല സൈസിലും കിട്ടുന്ന വീൽ ചെയറാണ്. അതുപോലെ തന്നെ ഇത് മടക്കിയ പോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഈ വീൽ ചെയറും ഇതേപോലെ മടക്കാൻ പറ്റും. മടക്കുന്നതൊക്കെ ഇതെല്ലാം സെയിം തന്നെയാണ്. ഇതേപോലെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ മടക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ ഈ ഫൂട്ട് റെസ്റ്റ് കൂടി ഊരി കഴിഞ്ഞാൽ ചെറിയൊരു സ്പേസിൽ നമുക്ക് ഇത്രയും തിന്നായിട്ട് മടക്കി വെച്ച് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഇതാകുമ്പോൾ കുറച്ചും കൂടി വലിപ്പം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പം വീൽ ചെയറുകളെ കുറിച്ച് പറയുമ്പം വീൽ ചെയർ അറിയാത്ത ഒരാൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. വീൽ ചെയർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം വീൽ ചെയർ എന്നും ഒരുപാട് കാലം വീൽ ചെയർ ഉപയോഗിക്കേണ്ട ആളുകളാണെങ്കിൽ ഒരിക്കലും ഇതുപോലത്തെ വീൽ ചെയറുകൾ വാങ്ങി ഉപയോഗിക്കരുത്. കാരണം ഇതിലിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പ് വരെ മാറിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ഇരിക്കുന്നത് 16 ഇഞ്ച് കറക്റ്റ് സൈസിലാണ്. ഞാൻ ഇതിലേക്ക് മാറുന്നാൽ ഇതിൻ്റെ 2 സൈഡ് ഒരുപാട് ലൂസായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് സൈസിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മളുടെ ഈ ബോഡി പോകത്തില്ല. അപ്പം അതുകൊണ്ട് കുറേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താവില്ല, ഷേപ്പിൽ പ്രശ്നമൊന്നും വരും. പക്ഷേ ഇതിലിരുന്ന് കഴിഞ്ഞാൽ ഒരു സൈഡ് ഇങ്ങനെ ചെരിഞ്ഞു പോകുക, അല്ലെങ്കിൽ ഒരു സൈഡ് ഇങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ബേസിക് ആയിട്ട് വാങ്ങുന്ന ആൾക്കാർ, വില കുറഞ്ഞ രൂപത്തിൽ വാങ്ങുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഈ വീൽ ചെയർ. പക്ഷേ കുറച്ച് പൈസ കൂട്ടി വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള വീൽ ചെയർ ഇത്തരം രൂപത്തിൽ, ഇതിലും കൂടുതൽ വിലയിലും വരുന്നുണ്ട് കേട്ടോ. ഇതൊരു മീഡിയം റേഞ്ചിൽ വരുന്ന വീൽ ചെയർ ആണ്. അപ്പോൾ ഇത്തരം വീൽ ചെയറുകളും കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബേസിക് വീൽ ചെയറും ഒരു മീഡിയം സൈസ് വീൽ ചെയറും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചത്. വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ഫ്രീഡം ലൈഫിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വീൽ ചെയറുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയുണ്ട് നിങ്ങളുടെ സൈസിനനുസരിച്ചിട്ടുള്ള വീൽ ചെയറും അതുപോലെ തന്നെ ബേസിക് വീൽ ചെയറും നിങ്ങളുടെ വീട്ടിൽ ഡെലിവറി ചെയ്യുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ള ആളുകളൊക്കെ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ആവശ്യമില്ലാത്ത ആളുകളൊക്കെ, ഇത് കാണുന്ന ആളുകളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.